ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നമ്മുടെ പാറശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡബ്ലിംഗ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പാറശാല സ്റ്റേഷനിലാണ്. കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ പാറശാല നിന്ന് തിരുവനന്തപുരം പോകുന്നത്. പാറശാല സ്റ്റേഷനിൽ വെച്ച് കന്യാകുമാരി പുനലൂർ പാസഞ്ചറും നമ്മുടെ അനന്തപുരിയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡബ്ലിംഗ് അപ്ഡേറ്റ്സ് വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി പാറശാല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ പാറശാല സൈഡിൽ വർക്ക് നടക്കുന്നതൊക്കെ ഞാൻ പരമാവധി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പിന്നെ എക്സ്ട്രാ വർക്ക് നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റേഷൻ്റെ ഇവിടെ ഈ വണ്ടികളൊക്കെ ഇരിക്കുന്ന കണ്ടോ, ഈ വണ്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ആ മേളിൽ നിന്ന് വന്നിറങ്ങുന്ന ആ ഒരു വഴിയുടെ സൈഡിലുള്ള വീടുകളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ഡബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പാലം വരാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടുകളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്, വീടുകളൊക്കെ പൊളിച്ച് മാറ്റി. ഇപ്പം അവിടെ ഇതെല്ലാം ലെവലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക് നടക്കുന്ന സ്ഥലം വരുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഇവിടെ സ്റ്റാഫുകൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ട്രാക്ക് മെയിൻറ്റെയിനിങ് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ബിൽഡിംഗ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ. ഇതാണ് ആ ബിൽഡിങ്. ധനുവച്ചപുരം സ്റ്റേഷനാണ് ഈ കടന്നു പോകുന്നത്. ഇവിടെ ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ധനുവച്ചപുരം, ബാലരാമപുരം, പിന്നെ നമ്മുടെ നേമത്തും ഈ വണ്ടിക്ക്, അതായത് തിരുവനന്തപുരം സൗത്തിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നിർമ്മാണം നടക്കുന്ന പാലത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ കൂടെ ബൈക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അവിടെ നിങ്ങൾക്ക് കാണാം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാറുകൾക്കൊന്നും കടന്നു പോകാൻ കഴിയത്തില്ല. 2 വീലർ മാത്രം ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് അമരവിള സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഈ സൈഡിലായിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത്. പുതിയ പ്ലാറ്റ്ഫോം വന്നു കഴിയുമ്പോഴത്തേക്കും അവർ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ച് കളഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ ബാക്കി വീഡിയോ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എടുക്കും. അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എടുക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം പഴയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പുതിയ പ്ലാറ്റ്ഫോം വന്നു കഴിയുമ്പോൾ ആ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ച് കളയുന്നതായിരിക്കും. എന്നിട്ട് അവിടെ പഴയ പ്ലാറ്റ്ഫോം നിൽക്കുന്നിടത്ത് പുതിയ ട്രാക്കും അതിനിപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോമും വരുന്നതായിരിക്കും. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇപ്പം നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടൊരു സ്ട്രക്ചർ പണിയുന്നത് എനിക്ക് തോന്നുന്നത് SSB ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം അത് ഭാവിയിൽ എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്ത് വരുന്നതെന്നുള്ളതിനെ വെച്ച് നമുക്ക് മനസ്സിലാവും എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഒരു പാലമുണ്ട്. ആ പാലമൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അതായത് നിലവിൽ ഒരു ട്രാക്ക് മാത്രമുള്ളൊരു പാലമാണ് അടിയിൽ. അപ്പോൾ ആ പാലം പൊളിച്ച് നീക്കി പുതിയ പാലം, അതായത് 2 ട്രാക്കുകൾ അടിയിൽ വരുന്ന രീതിയിൽ പുതിയ പാലം ഇവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ KSEB പോസ്റ്റുകളൊക്കെ മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണ് പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞത്. ഇത് നെയ്യാറ്റിൻകരയുടെ ഇപ്പുറത്തെ വശമാണ്. ഈ സൈഡിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ 2 വരുന്നത്. ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ച് വെച്ച് ഇനി വണ്ടി വിടുമ്പോൾ എടുക്കാം. ഇത് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ അപ്പുറത്താണ് 2 പുതിയ പ്ലാറ്റ്ഫോമുകൾ നിർമ്മാണത്തിൽ വരുന്നത്. പ്ലാറ്റ്ഫോമുകളിലേക്ക് വേണ്ട സ്ലാബുകളൊക്കെ അപ്പുറത്ത് വാർത്ത് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ്. ഈ ഒരു ഹൈറ്റിലും ഈ ഒരു നീളത്തിലുമായിരിക്കും പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. കണ്ടോ പഴയ ബോർഡിൻ്റെ അവസ്ഥ കണ്ടോ.
ആ ഒരു ഹൈറ്റിനായിരിക്കും പുതിയ പ്ലാറ്റ്ഫോമുകൾ. അതായത് ഇവിടുത്തെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ആ ഒരു ഹൈറ്റിലേക്ക് വരും. ഇവിടം വരെയാണ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുക. ഈ ഒരു ഏരിയ വരെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ യാർഡ് വലുതായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വണ്ടികൾ കയറാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം പോകാനുള്ള ചാലൊക്കെ ചെയ്യുന്നുണ്ട് നല്ലപോലെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പാലം പണി നടക്കുന്നത്. ഇത് ആ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ്. ഇതാണ് പഴയ പാലം. ഇവിടെ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ട്രാക്ക് ഈ വശത്തായിരിക്കും. അതായത് നെയ്യാറ്റിൻകര, ബാലരാമപുരം തൊട്ട് നെയ്യാറ്റിൻകര വരെയുള്ള സ്ഥലങ്ങളിൽ രണ്ടാമത്തെ ട്രാക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും. മിക്കവാറും നേമം മുതൽ, അതായത് തിരുവനന്തപുരം സൗത്ത് മുതൽ നെയ്യാറ്റിൻകര വരെ മൊത്തത്തിൽ രണ്ടാമത്തെ ട്രാക്ക് ഈ സൈഡിൽ തന്നെ ആയിരിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് മൊത്തം റൂട്ട് വീഡിയോ എടുക്കാം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങൾ മുറിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ലെവലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലരാമപുരം വരെയുള്ള വീഡിയോ നമുക്ക് എടുക്കാം. എവിടെയൊക്കെയാണ് വർക്ക് നടക്കുന്നതെന്നുള്ളതൊരു കറക്റ്റ് ഐഡിയ ഇതുവരെ ആയിട്ടില്ല. കാരണം ഈ റൂട്ടിൽ അധികം വർക്കുകൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വർക്ക് നടന്നതായിട്ട് കാണാം. ഇത് ഏകദേശം നമ്മൾ ബാലരാമപുരം സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തുന്നു. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു എക്സ്കവേറ്റർ ഇതുവഴി പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു പോയ പോക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ കാര്യമായ വർക്കുകളൊന്നും നടന്നതായിട്ട് കാണുന്നില്ല, ലക്ഷണങ്ങളില്ല. അതാ ഇവിടെ നല്ലപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാലരാമപുരം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത സൈഡാണ്. ഈ സൈഡിൽ നല്ലപോലെ ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളൊക്കെ നല്ലപോലെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് നടന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ബാലരാമപുരം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാലരാമപുരം സ്റ്റേഷൻ വിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെയൊക്കെ നല്ലപോലെ കാടൊക്കെ വെട്ടിത്തളിച്ച് ഡബിളിങ് വർക്ക് ചെയ്യാൻ പാകത്തിന് ഈ ഏരിയയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാലരാമപുരം ടണലിന് സമീപത്തോട്ടാണ് പോകുന്നത്. ഈ റോഡൊക്കെ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക, പഴയ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കലും അതേപോലെ മരങ്ങൾ വെട്ടുന്ന വർക്കൊക്കെ നല്ല തോതിൽ നടന്നിട്ടുണ്ട്. അത് മരം വെട്ടിയതല്ല, അത് കാറ്റത്തൊടിഞ്ഞു വീണതാണ്. ഇവിടെയൊക്കെ മരങ്ങൾ വെട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാ ഇവിടെയൊക്കെ വീടൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല തോതിൽ വീടൊക്കെ പൊളിച്ച് സ്ഥലങ്ങളൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചു ടാറ്റ തന്നു, ഞാൻ തിരിച്ചൊരു ടാറ്റ കൊടുത്തു. പാവം കൊച്ച്, അതിനൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ സൈഡിലായിരിക്കണം നമ്മുടെ വിഴിഞ്ഞത്തേക്കുള്ള ലൈനും കൂടെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ 3
ലൈൻ കാണുമോ എന്നൊരു സംശയം. അതോ മെയിൻ ലൈനിൽ കൂടെ കയറിയിട്ട് മെയിൻ ലൈനിൽ നിന്നാണോ ഡൈവേർഷൻ, ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. നമുക്കത് അറിയാനുള്ളൊരു ലെവലായിട്ടില്ല വർക്കിൻ്റെ ഗതി എന്ന് പറയുന്നത്. അപ്പോൾ ദാ അവിടെ മുകളിൽ നമുക്ക് കാണാം, നേരത്തെ ഇവിടെ എല്ലാം കാടൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാം മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. ലെവലിംഗ് പിന്നെ അവിടെ ടണലായതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് വർക്ക് ഇനി ചെയ്യാനില്ല. ഇനി കൊങ്കൺ റെയിൽവേ വന്നിട്ട് വേണം ഇവിടുത്തെ വർക്കുകൾ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ടണൽ വരേണ്ട ഏരിയയാണ്. ഇവിടെയൊക്കെ വീടുകളൊക്കെ പൊളിക്കുന്നു, മരങ്ങൾ വെട്ടുന്നു, മണ്ണ് ലെവലാക്കുന്നു. സ്പീഡിൻ്റെ ബോർഡൊക്കെ കണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ടണലിൽ കൂടെ വണ്ടികൾ പോകേണ്ട സ്പീഡിൻ്റെ ബോർഡായിരുന്നു അത് കണ്ടത്. ആ മുടവൂർപ്പാറ നിന്ന് അകത്തോട്ടുള്ള റോഡ് മുകളിൽ ആ ഓട്ടോ പോകുന്നത്. ഇവിടെയൊക്കെ വീടുകളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ വർക്കാണ്. ഈ ഒരു ലെവലിംഗ് വർക്ക് ഇത് പുതിയതാണ്. ഈ ഒരു വഴി കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ അപ്പുറത്തൂടെ മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ വരെ മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുകളിൽ കൂടുതൽ മണ്ണെടുക്കുന്നുണ്ട്. അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം കൂടുതൽ മണ്ണുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ്. നമുക്ക് അപ്പുറത്തെ ഭാഗം നോക്കാം. അവിടെയും വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത്. ആഹാ, JCB, ചെറിൽ കുളിച്ച് നിൽക്കുന്ന JCB, ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക, തിരുവനന്തപുരം സൗത്തിനും ഇടയ്ക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? നല്ല അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുകയാണ്. ഫുൾ സ്ട്രെച്ച് 100 km/h സ്പീഡാണ്. മൊബൈൽ പിടിക്കാൻ നല്ല പാടുപെടുന്നുണ്ട് ഞാൻ. അതായത് വേണ്ട, ഇവിടെയൊക്കെ നല്ല പോലെ വർക്ക് നടന്നിട്ടുണ്ട്. ഇത് പുതിയ അപ്ഡേറ്റ് ആണ്. തിരുവനന്തപുരം സൗത്തിനും തിരുവനന്തപുരം ബാലരാമപുരത്തിനും ഇടയ്ക്ക്, തിരുവനന്തപുരം സൗത്തിനും ബാലരാമപുരത്തിനും ഇടയ്ക്ക്. തിരുവനന്തപുരം സൗത്തിൻ്റെ ഷണ്ടിങ് നെക്കൊക്കെ വരുന്ന ഏരിയ എത്തി. തിരുവനന്തപുരം സൗത്തിലൊക്കെ സ്വിമ്മിംഗ് പൂളായി. ഇത് പണ്ടേ നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, സ്ലീപ്പറുകളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ 3 ലൈനുകൾ ഉണ്ടാവും. അതായത് ഷണ്ടിങ് നെക്ക് ഉൾപ്പെടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നാറോയിലേക്കുള്ള 2 ലൈനും, അതേപോലെ തന്നെ നമ്മുടെ ഷണ്ടിങ് നെക്കും കൂടി വരുമ്പോഴത്തേക്കും 3 ലൈനുകളാവും ഈ ഒരു ഭാഗത്തുണ്ടാവുക. പിന്നെ നമ്മുടെ അലൈൻമെൻറ്റ് പ്രകാരം, മറ്റേ പുതിയ സർവേ ഒക്കെ പ്രകാരം അടുത്ത എന്താ പറയുക, പുതിയ ഇവിടെയാണ് ആ പാലം. എന്താ കണ്ടോ, അവിടെ നമ്മുടെ പൈലിംഗ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. പുതിയ സർവേ പ്രകാരം പുതിയ ലൈന് വന്നാൽ അത് ഇതല്ലാതെ ഒരു എക്സ്ട്രാ ലൈനായിട്ട് വരേണ്ടി വരും. ഇതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഇതെൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. മറ്റേ വെള്ളം പോകുന്ന ചാലാണ്. വെള്ളം പോകുന്ന ചാലൊക്കെ എടുത്ത് തോട്ടിക്കളയേണ്ട സമയമായി. ഇതൊക്കെ യാർഡിലെ വർക്കുകളാണ്. അങ്ങ് ദൂരെ വലതുവശത്ത് കാണുന്നത് നമ്മുടെ പിറ്റ് ലൈൻ്റെ വർക്കുകളാണ്. പിറ്റ് ലൈൻ്റെ വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 2 പിറ്റ് ലൈൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വരും.
ഈ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോമേ ഉണ്ടാവൂ. പിന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഈ കാണുന്ന ഭിത്തിയുടെയും ആ പിറ്റ് ലൈനിൻ്റെ ഇടയ്ക്കാണ് സ്റ്റേബിളിംഗ് ലൈൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. ഇത് പുതിയ ഷെൽട്ടറൊക്കെ അവർ നിർമ്മിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ച നമുക്ക് വണ്ടി നിർത്തി ആൾ കയറിയിട്ടെടുക്കാം. വെറുതെ ആൾക്കാരെ ഉൾപ്പെടുത്തണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ ആളുകളൊക്കെ കയറി, ഇനി നമുക്ക് വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ എന്താ പറയുക, തിരുവനന്തപുരം സൗത്തിൽ പുതിയ പിറ്റ് ലൈനിൻ്റെ വാർക്ക് പണിയൊക്കെ നടക്കുന്നു. കോൺക്രീറ്റ് മിക്സറൊക്കെ വന്ന് കോൺക്രീറ്റ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയ പിറ്റ് ലൈന്. അതിൻ്റെ നടുക്കുള്ള സ്ഥലം എന്ന് പറയുന്നത്, അതിൻ്റെ നടുക്കായിട്ട് കാണുന്ന സ്ഥലമാണ് നമ്മുടെ സ്റ്റേബിളിംഗ് ലൈൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി നിന്ന് കുറച്ചുകൂടെ ഒന്ന് അടുത്തായിട്ട് വീഡിയോ എടുക്കാൻ നോക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പിറ്റ് ലൈന്, സ്റ്റേബിളിംഗ് ലൈനുകൾ വരുന്ന സ്ഥലം. ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിലാണ്. ഈ ഐലൻഡിൽ വരുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പം നമുക്ക് തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയാണ് പ്ലാറ്റ്ഫോമുകളുള്ളതും അതിൻ്റെ അപ്പുറത്ത് വരെയാണ് പിറ്റ് ലൈൻ ഉള്ളതും. ഈ നടുക്കുള്ള സ്ഥലത്താണ് നമ്മുടെ സ്റ്റേബിളിംഗ് ലൈൻസ് വരിക ഭാവിയിൽ. അപ്പോൾ യാർഡ് വലുതായത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതൽ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഓവർ റൺ ലൈനാണ്. അതായത് നമ്മുടെ അപകടങ്ങളിൽ നിന്ന്, അതായത് കൺട്രോൾ ഇല്ലാതെ പോകുന്ന ട്രെയിനുകളെ മെയിൻ ലൈനിലോട്ട് കയറാതെ തടഞ്ഞു നിർത്തുന്ന പ്രത്യേക ലൈനാണ് നമ്മുടെ ഓവർ റൺ ലൈൻ എന്ന് പറയുന്നത്. കൃത്യനിഷ്ഠയുള്ള ആളാണ്. കറക്റ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ അവിടെ മണ്ണ് പൊത്തി വെച്ചിട്ട് ആളങ്ങ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചുമ്മാ കളിയാക്കാൻ പറയുന്ന കേട്ടോ. ചുമ്മാ ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ 1-2 തമാശ പറഞ്ഞില്ലെങ്കിൽ വീഡിയോ മൊത്തത്തിൽ അവാർഡ് പടം പോലെ ആയി പോകത്തില്ലേ. ഇവിടെയൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. ഇവിടെ വീടൊക്കെ കണ്ടോ, ആ ഒരു ലെവലിലിരുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ താഴോട്ട് വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണോ ഉദ്ദേശം, അത് മറ്റേ മിക്കവാറും അവിടെ എന്തെങ്കിലും മോള് വല്ലതും പണിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ സ്ഥിരം പറയാറുള്ള സ്റ്റുഡിയോ റോഡ്. അതായത് നമ്മുടെ വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് അകത്തോട്ട് പോകുന്ന റോഡാണ്. പുതിയ പാലം ഇപ്പുറത്തെ സൈഡിൽ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പാപ്പനംകോട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇങ്ങോട്ടെന്തോ മരം വീണിട്ടുണ്ട്. ലെവൽ ചെയ്ത സ്ഥലത്തോട്ട് എന്തോ മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് അവിടെ ഇതേ സൈഡിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അറ്റത്ത് നോക്കിയാൽ ചെറിയ ചെറിയ തളിരുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇനി ഇവിടെ പുതിയ പാലം പണിതാൽ മതി. ഇതാണ് പാപ്പനംകോട് എസ്റ്റേറ്റ് ഭാഗം. അവിടെ പുതിയ പാലം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു KSRTC ഈ ഒരു ഏരിയയിലെ വർക്കുകളൊക്കെ കഴിയുന്നു.
ആഹാ, ഈ ഒരു ആംഗിളിൽ ആ ഒരു തെളിച്ചമില്ല. സൺലൈറ്റ് ഇങ്ങോട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ കണ്ണിനൊരു കുളിർമ കിട്ടും. ഇത് നമ്മുടെ കരമനയാർ അടുത്തെത്തി. കരമനയാറിന്റെ പാലത്തിന് വേണ്ട ഗിർഡറുകളൊക്കെ പണിയാണ്. ഇത് മേജർ ഒരു വർക്ക് സൈറ്റ് ആണ്. കാരണം കരമനയാറ് അറിയാലോ, നല്ല ഒഴുക്കുള്ള നദിയാണ്. അപ്പോൾ അതിന് കുറുകെ പുതിയ പാലം വരുന്നുണ്ട്. ആ വീട് ഇതാ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടെ ആളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണോ അത് മാത്രം കേസിൽ കിടക്കുന്ന വല്ലതും ആയിരിക്കണം. ബാക്കിയെല്ലാം ഒരുവിധം ഒഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഡബിളിങ്ങിനുള്ള സ്ഥലമുണ്ട്. പട്ടികളൊക്കെ കറക്റ്റ് തണൽ നോക്കി വിശ്രമിക്കുകയാണ്. അവിടെ ദാ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അവിടെ മുകളിൽ റോഡൊക്കെ ഉണ്ടായിരിക്കണം. അവിടെയൊക്കെ ആദ്യമേ വോള് കെട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ നിയമത്തിനടുത്ത്, പിന്നെയും നിയമം, കരമനയ്ക്ക് അടുത്ത് എത്തുന്നു. കരമനയിൽ നിന്ന് പൂജപ്പുരയ്ക്കുള്ള പാലം ഇപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മുന്നിലായിട്ട് കാണാൻ പറ്റും. ആഹാ, അടിപൊളി. അതാണ് ആ പാലം. കരമനയിൽ നിന്ന് നിയമത്തിന്, എൻ്റെ വായിൽ ഈ നിയമം തന്നെ കിടന്ന് കളിക്കുക കുറേ നേരമായിട്ട്. നിയമം അങ്ങോട്ട് വിട്ടു പോകുന്നില്ല, ക്ഷമിക്കുക. നമ്മുടെ കരമനയിൽ നിന്ന് പൂജപ്പുരയ്ക്ക് പോകുന്ന റോഡാണ്, അതിൻ്റെ പാലമാണ്. നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നതാണ് ഇട്ട് ഈ ഇഴയ്ക്കുന്നത്. നമുക്കെന്തായാലും നോക്കാം. ഇതാണ് ആ പറഞ്ഞ പാലം. ഇവിടെയും പുതിയ പാലം വരേണ്ടതായിട്ടുണ്ട്. 2 ട്രാക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രാക്കിനെ ഉൾക്കൊള്ളിക്കുന്ന ടൈപ്പ് ഒരു പാലം വേണം. ഇവിടെ കുറച്ച് ഭിത്തിയൊക്കെ പുതുക്കെ പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ മുകളിലൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. സിഗ്നൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. കിട്ടിയെങ്കിൽ നേരെ അങ്ങ് പോവാം. 5:35 ആയി. മിക്കവാറും ഇൻ്റർസിറ്റി പോയി കാണണം. ഇൻ്റർസിറ്റി പോയാൽ പിന്നെ സുഖമായിട്ട് സിഗ്നൽ കിട്ടും. ഇവിടെ ഇല്ല, ഇവിടെ എല്ലാം കാട് പിടിച്ച് തന്നെ കിടക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ കാട് തന്നെയാണ്. പണ്ട് ലെവൽ ചെയ്ത് അവിടെ പുല്ല് വളർന്നു വന്ന് ഇപ്പോൾ തടാകമൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, മത്സ്യസമ്പത്തൊക്കെ ഉണ്ടാവണം അതിൻ്റെ അകത്ത്. ഇത് കരമനയിൽ നിന്ന് അകത്തോട്ട് കിടക്കുന്ന ലെവൽ ക്രോസ് ആണ്. അടുത്തത് നമ്മുടെ കിള്ളിപ്പാലത്തെ ലെവൽ ക്രോസ് ആണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ ലാവിഷ് സ്ഥലമായി. പുതിയ ട്രാക്ക് വരുന്നവരെ മാത്രം. അപ്പോൾ കിള്ളിപ്പാലത്തെ ലെവൽ ക്രോസ് എത്തി. ഇനി കിള്ളിയാറിന് കുറുകെയുള്ള പുതിയ പാലം വരും. അത് കഴിഞ്ഞാൽ ഇത് പാലത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറുകൾ 2 സൈഡിലും റെഡിയാണ്. മോളിൽ നിന്ന് എന്തൊക്കെയോ ഒലിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ കാര്യമായ വർക്കുകൾ നടക്കുന്നില്ല. പക്ഷെ ചെറിയ തോതിൽ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് വന്ന വഴിക്ക്, അതായത് പാറശാല മുതൽ തിരുവനന്തപുരത്തോട്ട് വന്ന വഴിക്കുള്ള നമ്മുടെ മിസ്സായ കാഴ്ചകൾ നമ്മൾ ഈ ഒരു യാത്രയിൽ, അതായത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇരുന്നത് വലതുവശത്താണ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് നമ്മൾ വലതുവശത്തിരുന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ മിസ്സായ കാഴ്ചകൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കാം. ആ കൂട്ടത്തിൽ എന്തൊക്കെയാണത് കാര്യങ്ങളെന്നും കൂടെ ഞാൻ പറഞ്ഞു പോകാം. കാറ്റിൻ്റെ ശബ്ദം ചിലപ്പോൾ കൂടുതലായിരിക്കും, കാരണം ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടിയിട്ടുണ്ട്.
സ്പീഡ് കൂടിയപ്പം കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് കൂടുതലാണ് വീഡിയോയിൽ. അപ്പം നമുക്ക് വർക്ക് നടക്കുന്ന സ്ഥലം എത്തുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്യാം, കാഴ്ചകൾ കാണിക്കാം. അപ്പം നമ്മൾ തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷൻ എത്തുന്നുണ്ട്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിലാണ്. അതായത് ഇപ്പോൾ ഐലൻഡ് എന്നുള്ളൊരു പേര് റെയിൽവേ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ റെയിൽവേ യൂസ് ചെയ്യുന്ന പേര് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് എന്നാണ്. ആ വലത്തെ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷനിലെ ഒന്നാമത്തെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഐലൻഡ് വരുന്ന സ്ഥലം. ഈ നിലവിൽ ഈ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന പ്ലാറ്റ്ഫോം അത് പൊളിച്ച് നീക്കിയിട്ട് ഇവിടെ പുതിയൊരു ലൈൻ വരും. കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് ആക്ച്വലി ഉള്ള ഭാവിയിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത്. നിലവിലിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് എന്ന് പറയുന്നത് ഭാവിയിലൊരു സൈഡിങ് ആയിട്ട് മാറും. അതായത് ഒരു സ്റ്റേബിളിംഗ് ലൈനായിട്ട് മാറും ഭാവിയിൽ. ഇവിടെയൊക്കെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വളരെ സ്ലോ ആണ് ഈ സൈഡിൽ, ഈ ഭാഗത്ത്. അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഭാഗത്ത് വർക്ക് സ്ലോ ആണ്. പക്ഷേ നമ്മുടെ സ്റ്റേബിളിംഗ് ലൈനും അതേപോലെ തന്നെ പിറ്റ് ലൈനും ഒക്കെ വരുന്ന ഭാഗത്ത് നല്ല തകൃതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇതുവഴിയായിരിക്കും പുതിയ എൻട്രി വരുന്നത്. ഈ ഓട്ടോ പോകുന്ന ആ വഴിയാണ് ഭാവിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി വരാൻ പോകുന്നത്. ഇവിടെ പുതിയ ബ്രിഡ്ജ് വരും, അതായത് റോഡ് ബ്രിഡ്ജ്. അതിന് വേണ്ടിയിട്ടുള്ള ഫൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സൈഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ആ വഴിയൊക്കെ അവരെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളം വരുന്നത് സ്വാഭാവികം. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് വർക്കുള്ളപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്യാമേ. ഇനി അടുത്തത് നമ്മുടെ ബാലരാമപുരം ടണലിനടുത്തായിട്ടുള്ള വർക്ക് നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ടണലിൻ്റെ അടുത്ത്, അതായത് ഏകദേശം നമ്മൾ ടണൽ എത്താറായി. ടണലിലേക്കുള്ള മറ്റേ സ്പീഡിൻ്റെ ബോർഡൊക്കെയാണ് മുന്നിൽ കാണുന്ന മഞ്ഞ ബോർഡൊക്കെ. അപ്പോൾ കുറച്ച് മുന്നിലായിട്ട് തന്നെയാണ് ടണൽ. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, മുകളിൽ അതൊരു റോഡാണ്. അതായത് നമ്മുടെ മുടവൂർപ്പാറ നിന്ന് അകത്തോട്ടുള്ള റോഡാണ് ആ മുകളിൽ കൂടെ പോകുന്നത്. അതിൻ്റെ അടിയിലാണ് നമ്മുടെ ടണൽ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ സിംഗിൾ ലൈൻ ടണലാണ്, ഭാവിയിൽ ഡബിൾ ലൈൻ ടണലാവും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് ബാലരാമപുരം സ്റ്റേഷനാണ്. ഇപ്പോൾ ഈ കണ്ടത് നമ്മുടെ ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന റോഡാണ്. കറക്റ്റ് പറഞ്ഞാൽ കാട്ടാക്കട വിഴിഞ്ഞം റോഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിലാണ് നമ്മുടെ താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനകത്തുള്ള കണ്ടെയ്നർ ടെർമിനൽ, പെർമനൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ടെർമിനൽ വരുന്നത് വരെ താൽക്കാലികമായിട്ട് ട്രെയിൻ മൂലം കണ്ടെയ്നർ നീക്കം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ബാലരാമപുരം സ്റ്റേഷൻ്റെ സൈഡിൽ ഒരു ചെറിയ കണ്ടെയ്നർ ടെർമിനൽ പോലെ, അതായത് താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാനാണ് ഞാൻ ഇവിടെ വീഡിയോ ഓൺ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റേഷൻ എടുക്കുന്നു. നെയ്യാറ്റിൻകര സ്റ്റേഷന് തൊട്ടടുത്തുള്ളൊരു മേൽപ്പാലമാണിത്. ഇവിടെ താൽക്കാലിക അതായത് പഴയ മേൽപ്പാലം നിന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ പുതിയ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഗതാഗത റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ അതുവഴി പോയിട്ട് കുറച്ച് നാളായി. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഗതാഗത തടസ്സം ഉള്ളതായിട്ട് അറിഞ്ഞില്ല.
അപ്പം പഴയ പാലം ഇതുവരെ പൊളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ പാലത്തിൽ കൂടെ ഇപ്പോഴും വണ്ടികൾ പോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നെയ്യാറ്റിൻകര സ്റ്റേഷനാണ് നമ്മളെത്തുന്നത്. വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ഈ അമ്പലമൊക്കെ പൊളിച്ച് ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ കുറച്ച് ഭാഗം പോകും. ഇവിടെ സ്ലീപ്പറൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഈ വലതുവശത്തായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു OHC വാൻ ട്രാക്ക് മെഷീൻ സൈഡിങ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് അപ്പുറത്ത് കാണുന്നത്. ഭാവിയിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈന് വടക്കോട്ടുള്ള, അതായത് നാറോൽ ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള മെയിൻ ലൈൻ ആയിരിക്കും. ഇതൊന്ന് ഈ വലതുവശത്ത് ഈ കാണുന്നത് നമ്മുടെ ലൂപ്പ് ലൈൻ ആയിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്ത് തിരുവനന്തപുരത്ത് നിന്ന് നാറോയിൽ പോകാനുള്ള മെയിൻ ലൈനും പിന്നെ ഒരു ലൂപ്പ് ലൈനും കാണും. ഇത് ഫുട് ഓവർ ബ്രിഡ്ജ് പുതിയത് പണിയുന്നതാണ്. അതിന് മുന്നേ വലതുവശത്ത് കണ്ട ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ട്രാക്ക് മെഷീനും OHC മെഷീനൊക്കെ ഉള്ള ജീവനക്കാർക്കുള്ള ബിൽഡിങ്ങാണ്. ഈ കാണുന്നതാണ് പുതിയ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ഇത് പഴയ ഫുട് ഓവർ ബ്രിഡ്ജ്. പിന്നെ ഈ വലതുവശത്തായിട്ട് നല്ല വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കും കൂടെ ഉപയോഗം വരുന്നൊരു പാർക്കിംഗ് ഏരിയ ആണത്. പിന്നെ ഈ ഇവിടെയൊക്കെ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. FM നമ്മുടെ ഫ്രണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരി കണ്ടില്ല. അശ്വതി ചേച്ചി നമ്മുടെ സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരും പരിചയമുണ്ട്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ നിർത്തിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നുകൂടെ തുടങ്ങാം. ഇവിടെ എല്ലാം ഇപ്പോൾ വിശാലമായ പാർക്കിംഗ് ആണ്. കണ്ടോ, അവിടെ എല്ലാം വണ്ടികൾ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് വളരെ പാർക്കിംഗ് നമ്മൾ പാടുപെട്ടുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു നെയ്യാറ്റിൻകര. പക്ഷേ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഭാവിയിൽ ഇവിടെ ഇതുവഴിയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് വീതിക്ക് വന്ന് നേരെ സ്റ്റേഷനിലോട്ട് എത്തുന്ന രീതിക്കായിരിക്കും പുതിയ റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക്, അതായത് ഇനി അങ്ങോട്ട് ഫുള്ള് ദൂരം നമുക്ക് പാറശാല വരെയും നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ നിർത്തിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് നമുക്ക് പാറശാലയാണുള്ളത്. അപ്പം പാറശാല മുതൽ നാറോയിൽ വരെയുള്ളത് ഞാൻ ആദ്യത്തെ പാർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പാറശാല എത്തുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി ഈ വശത്ത് നല്ലപോലെ കാഴ്ചകളുണ്ട്. കാരണം നെയ്യാറ്റിൻകര മുതൽ പാറശാല വരെ നമുക്ക് പുതിയ ലൈൻ വരുന്നത് ഈ നിലവിലുള്ള ലൈനിൻ്റെ വലതുവശത്തായിട്ടാണ്. അതായത് നമ്മുടെ ഈ വലതുവശത്തായിട്ടാണ് പുതിയ ലൈൻ വരാൻ പോകുന്നത്. ഇവിടെ വലതുവശത്ത് നമ്മുടെ ജനറൽ ആശുപത്രിയുടെ സൈഡിലുള്ള സ്ഥലമൊക്കെയാണ്. അവിടെയൊക്കെ നല്ല ലെവലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വലതുവശത്ത് കാണാം, ഇവിടെയൊക്കെ നല്ലപോലെ ലെവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് ആ കാണുന്ന കുന്നൊക്കെ ഇടിച്ചു പൊളിച്ച് ലെവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെയ്യാറിൻ്റെ പാലത്തിനടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു എന്താ പറയുക എസ് വളവ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഫോട്ടോയിൽ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ വളവ് അവർ നികത്താത്തതെന്ന്. അതായത് ഈ വളവ് നമ്മൾ വളഞ്ഞു വന്ന് നേരെ ഒരു പാലത്തിൻ്റെ അലൈൻമെൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. സോ ആ പാലത്തിൻ്റെ അലൈൻമെൻറ്റിലേക്ക് കയറണമെങ്കിൽ അവിടെ അങ്ങനെ ഒരു വളവില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ വളവ് നികത്താത്തത്. അങ്ങനെ ടെക്നിക്കലി ഇഷ്യൂസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ അണ്ടർപാസ് നീക്കി നല്ല, അതായത് ഈ അമ്പലത്തിൻ്റെ വാതിൽക്കൽ കൂടെയുള്ള റോഡിൻ്റെ അണ്ടർപാസ്സാണത്. അത് നീക്കി പുതിയ ട്രാക്കും കൂടെ അടിയിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വീതിക്ക് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം പോകാനുള്ള ചാലുകൾ ഇഷ്ടംപോലെ ഇവിടെ പണിതിട്ടുണ്ട്. ഇനി തൊട്ടടുത്തത് അമരവിള സ്റ്റേഷനാണ്. അമരവിള സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു ലെവൽ ക്രോസ് വരും. അത് കഴിഞ്ഞിട്ടും ഒരു ലെവൽ ക്രോസ് ആണ്. ഇതാണ് ആദ്യത്തെ ലെവൽ ക്രോസ്. ഇവിടെയെല്ലാം വെള്ളത്തിനുള്ള ചാലൊക്കെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അമരവിള സ്റ്റേഷൻ എത്തി. അമരവിള സ്റ്റേഷനിൽ ഈ നിലവിലുള്ള പ്ലാറ്റ്ഫോം പൊളിച്ചിട്ടായിരിക്കും ഇവിടെ പുതിയ ട്രാക്ക് വരുന്നത്.
അപ്പോൾ പുതിയ പ്ലാറ്റ്ഫോം കുറച്ച് പുറകിലോട്ടായിട്ടായിരിക്കും അവർ നിർമ്മിക്കുക. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോം വന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഈ വലത്, അതായത് ഇടതുവശത്ത് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അത് പൂർത്തിയായതിനു ശേഷമായിരിക്കും വലതുവശത്ത് പഴയ പ്ലാറ്റ്ഫോം പൊളിച്ച് അടുത്ത പ്ലാറ്റ്ഫോം പണിയുന്നതും ആ പുതിയ ട്രാക്ക് വരാൻ പോകുന്നതും. ഇത് ഇപ്പം നമ്മൾ അമരവിള ലെവൽ ക്രോസ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ധനുവച്ചേർന്ന സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം വെള്ളത്തിനുള്ള ചാലുകളൊക്കെ ഇഷ്ടംപോലെ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നല്ല ദൂരത്തിൽ അത്യാവശ്യം ലെവൽ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ധനുവച്ചേരത്തിനടുത്ത് ധനുവച്ചേരം സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു മേൽപ്പാലം വരും. അവിടെ ഓൾറെഡി നമ്മുടെ പാലത്തിലെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് അവിടെ പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് വളവുള്ള ഏരിയ ആയതുകൊണ്ടാണ് അവർ ഹോൺ അടിക്കുന്നത്. വളവുകളും ലെവൽ ക്രോസും ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സൈഡിൽ വെള്ളം പോകാനുള്ള ചാലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ധനുവച്ചേരം സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തുന്നു. ഞാൻ ആ പൊളിച്ചു പണിയുന്നു എന്ന് പറഞ്ഞ പാലമാണ് ആ നേരെ മുന്നിൽ കാണുന്നത്. ആ പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളുടെ സ്ട്രക്ചേഴ്സാണ് ആ മുകളിൽ കാണുന്നത്. ഈ കാണുന്ന പാലമാണ് പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കാൻ പോകുന്നത്. ഇതാണ് ഈ രണ്ടാമത് കാണുന്നത്. ഇതാണ് ധനുവച്ചപുരം സ്റ്റേഷൻ. ഈ ഭാഗങ്ങളിലും നല്ലപോലെ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൊറ്റാമം എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് വരുന്ന പാലമാണ്. ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ഇറക്കം ഇറങ്ങുകയാണ്. ഇവിടെയുമൊക്കെ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നല്ലപോലെ മണ്ണിടേണ്ടതായിട്ടുണ്ട്. അതായത് കുന്നുപോലുള്ള സ്ഥലങ്ങൾ ഇടിച്ചു പൊളിച്ച് ആ മണ്ണെടുത്ത് ഇതുപോലുള്ള താഴ്ന്ന പ്രതലങ്ങളിൽ ഇട്ടാൽ മാത്രമേ ഒരേ ലെവലിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഇവിടെയും ഇതൊരു അണ്ടർപാസ് അല്ല, അത് വെള്ളം പോകാനുള്ള ചാല് തന്നെയാണ്. ഇവിടെയെല്ലാം നല്ല തോതിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ പരശുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സൈഡ് വാളൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതേപോലെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രക്രിയയൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം പാറശാല സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ മണ്ണുകളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അത് ചെറിയ തോതിൽ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ പാലം പൊളിച്ച് പുതിയ പാലം വരേണ്ടതായിട്ട് വരും. പാലമോ അല്ലെങ്കിൽ അണ്ടർപാസോ ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് MLA ഇടപെട്ട് കുറേ അണ്ടർപാസൊക്കെ മാറ്റി മേൽപ്പാലം തന്നെ നിലനിർത്തും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലൊരു പാലമായിരിക്കണം നമ്മൾ അവിടെ കണ്ടത്. ഇവിടെയൊക്കെ വീടുകളൊക്കെ സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം പൊളിച്ച് നീക്കി പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഇടങ്ങളിലൊക്കെ നല്ലപോലെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാറശാല നിന്ന് വെള്ളറട പോകുന്ന റോഡാണ്. ഈ പാലവും പൊളിച്ച് നീക്കി പുതിയ പാലം പണിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാറശാല സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽ നിയർ പ്ലാന്റ് ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മളിവിടെ ലൂപ്പിലേക്കാണ് കയറുന്നത്. കാരണം നമുക്ക് ഇവിടെ ക്രോസിംഗ് ഉണ്ട്. ആദ്യം വരുന്നത് കോട്ടയമാണ്. കോട്ടയം വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു OMS സ്പെഷ്യൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. OMS സ്പെഷ്യൽ ഉണ്ടെന്നിങ്ങനെ കണ്ടായിരുന്നു. ചിലപ്പോൾ ആ OMS ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയും ആവാം. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽ നിയറിൻ്റെ പ്ലാന്റ് ഈ കാണുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ കുടിവെള്ളം, കുപ്പിവെള്ളം മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റാണത്. ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിലൊരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിലെ 4, 5 പുതിയ പ്ലാറ്റ്ഫോമുകളാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറൊക്കെ ഇട്ട് ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ ഈ നമ്മുടെ തിരുവനന്തപുരം മുതൽ പാറശാല വരെയുള്ള വീഡിയോയിൽ ഞാൻ ചേർക്കുകയാണ്. ഞാൻ ആ ഐലൻഡിൽ വന്ന യാത്ര ഞാനിങ്ങ് കന്യാകുമാരി വരെ വന്നു. ഐലൻഡിൻ്റെ ലോക്ക് വന്ന് എടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഷെൽട്ടറുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഇത് ഇപ്പുറത്ത് കാണുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമും അപ്പുറത്ത് കാണുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമുമാണ്. ആ നടുക്ക് കാണുന്ന സ്ഥലം ഫുട് ഓവർ ബ്രിഡ്ജ് വന്നിറങ്ങാനുള്ള സ്ഥലമാണ്. അതാണ് അവിടെ ഒന്നും ചെയ്യാതിട്ടേക്കുന്നത്. പിന്നെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയുള്ള നമ്മുടെ ഡബിളിംഗ് അപ്ഡേറ്റ്സ് വീഡിയോയുടെ 2ാം ഭാഗം ഈ സ്റ്റേഷനിൽ വെച്ച്, അതായത് പാറശാല സ്റ്റേഷനിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് തുടരുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.